LP ആണെങ്കിലും UP ആണെങ്കിലും KG ആണെങ്കിലും ടൂർ നമ്മൾ കളറാക്കും. എന്താ ടൂറിനെ കുറിച്ച് പറയാനുള്ളത്? ടൂർ നമ്മൾ നമുക്ക് കളറാക്കണം. അത് പറഞ്ഞ മാതിരി അശ്രമാശ പറഞ്ഞാല് KG UP ആണെങ്കിലും LP ആണെങ്കിലും KG ആണെങ്കിലും നമ്മൾ കളറാക്കി പോകും. എന്താ ടൂറിനെ കുറിച്ച് പറയാനുള്ളത്? ടൂർ എന്ന് പറഞ്ഞാൽ വൈബാക്കാൻ തന്നെയാണ് പോണത്. KG സ്കൂൾ ടൂർ എങ്ങനെ ആക്കിയോ അതിന്റെ അപ്പുറത്തേക്കാണ് KG ടൂർ. കാണാം അത് ഒരു KG ആണോ LP ആണോ UP ആണോ മനസ്സിലാവും. കോളേജ് ടൂറിന്റെ ലെവലിൽ നമ്മൾ ഇതാവും. ടീച്ചറെ ഫുള്ള് ഓക്കെ അല്ലേ? Everything is fine. We are going to chill. റെഡി ഒന്ന് പ്രാർത്ഥിക്കട്ടോ. നമ്മള് ഫ്ലോറ ഫാന്റസിയിലേക്ക് കടക്കാൻ പോവാണ്. ഓ വരി മോളെ കരയണ്ട, വാ. ഓ തലറങ്ങണ്ട പോലെ. നമ്മളെ ടൂറിന് പോകുന്ന അല്ലേ ഒരു ഹിന്ദി കുട്ടിയാണ്. ഹിന്ദി കുട്ടിയാണെങ്കിലും ഫുള്ള് മലയാളത്തിൽ പറയും. മലയാളം അറിയില്ലേ? എന്താ പേര്? खदीजा खातून. मोटे मेरा आपका नाम क्या है? यूसुफ. മക്കളെ വരി ഓക്കെ. എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാനവിടെ കേറാത്ത റൈഡില്ല, എല്ലാത്തിലും ചെയ്യാനേ. കാരണം ഒരുവിധം സ്കൂളുകളൊക്കെ ഫ്ലോറേക്ക് കൊണ്ടുപോണത് വളരെ നല്ല സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് പൊറാട്ട കുറച്ച് കട്ടി കൂടിയെന്ന് പറയുന്നത് എനിക്ക് തോന്നി. നിങ്ങൾക്ക് बच्चे लोग भी अच्छा ही एंजॉय किया और मेरे को भी अच्छा ही लगा. super. അപ്പോൾ നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഒരു 9:15 ആയപ്പോഴേക്കും സ്കൂളിലെത്തി അല്ലേ. അപ്പം ഫുള്ള് സെറ്റായി, ഒക്കെ കാര്യങ്ങളൊക്കെ ക്ലിയറായി. യെസ്, ബസ്സുകളൊക്കെ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മളെ ഉല്ലാസം അല്ലേ 2K26 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അണിയറയിൽ ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മളെ KG സെക്ഷൻ കൈകാര്യം ചെയ്യണ നമ്മുടെ ടീച്ചേഴ്സ്, അതേപോലെ നമ്മുടെ KGയിലെ വിദ്യാർത്ഥികൾ, ഇത്രത്തോളം ഇതിനു വേണ്ടി പരിശ്രമിച്ച നമ്മുടെ രക്ഷിതാക്കളെയും ഈ ഒരു ഉല്ലാസത്തിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട നമ്മുടെ ടീച്ചർമാരും അവർക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന ആയമാർ, ഓലെ ഹെൽപ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ ഓരോട് ഇതിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പും കാര്യങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താ പറയാ, എല്ലാരും നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. രക്ഷിതാക്കളും കുട്ടികളും ഒരേപോലെ അല്ലേ? കുട്ടികളെക്കാൾ രക്ഷിതാക്കള് എൻജോയ്മെന്റ് ചെയ്തു എന്നുള്ളതാണ് അതിലേറെ. ഓക്കെ, എന്താ വെച്ചാല് നമ്മളെ KG സെക്ഷൻ ആയാലും അതുപോലെ നമ്മളെ
സ്കൂളായാലും നമ്മളെ ടീച്ചേഴ്സ് എന്നുള്ളത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മളെ അത്രത്തോളം കുട്ടികളെ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരിക, രക്ഷിതാക്കളെല്ലാവരും ഈ ഒരു ടൂറിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ ഫീഡ്ബാക്ക് എടുത്തിയപ്പം അന്ന് മൈക്ക പിടിച്ചോലും ഇന്നാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം അല്ലേ മൈക്കൊക്കെ പിടിക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചറെ? എല്ലാവരും എൻജോയ് ചെയ്തു അല്ലേ? ടീച്ചർമാര് എല്ലാവരും പറയണം. വാട്ടർ തീം പാർക്ക് ആയതുകൊണ്ട് തന്നെ പേരൻസ് കൂടെ ഉള്ളതുകൊണ്ട് ഓരോ മക്കൾക്കും ഓരോ ഇതിലും ഏർപ്പെടാൻ ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ പേരൻസും ഒരു ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അല്ലേ. ഇപ്പം എല്ലാ പേരൻസിനും ചിലപ്പം പല സാഹചര്യം കൊണ്ട് പോരാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ വേറുള്ളൊരു കുട്ടി അതിൻ്റെ പേരൻ്റായി ആ പേരൻസ് നിന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റും കാര്യങ്ങളൊക്കെയാണ് അല്ലേ നോക്കിയത്. പിന്നെ പേരൻസും എന്ത് ചെയ്തു നമ്മോട് കൂടെ തന്നെ അല്ലേ രാത്രി വരെ ഇപ്പോൾ വരെ നമ്മളോട് കൂടെ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഫുഡും കാര്യങ്ങളൊക്കെ ഉഷാറായി, നമ്മളിത് പാക്കേജും കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു. അപ്പോൾ ഇതിനൊരു കടിഞ്ഞാണുണ്ടാവും ഇത് പിടിക്കണ നമ്മുടെ അതുപോലെ നമ്മളെ റഫീഖ് മാഷാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊരു വിജയ്? ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന് ഫസ്റ്റ് ടു ലാസ്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച് നമ്മൾ ടീച്ചേഴ്സിനോട് പറഞ്ഞു. അപ്പോൾ ഒരു എങ്ങനെയാണ് നിങ്ങളെ മൈൻഡിൽ ഉഷാറായോ? എന്താണ് അവസ്ഥ? വളരെ ഉഷാറായിട്ടുണ്ട്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഒരുക്കി കൊണ്ടുപോയത്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ടീച്ചർ പറഞ്ഞു 20 വർഷങ്ങൾക്ക് മുന്നേ അല്ലേ 25 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളും പോയി അല്ലേ സ്റ്റാർട്ടിങ്ങിലാണ് പോയത്. പിന്നെ ഇപ്പോഴാണ് രക്ഷിതാക്കളെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതൊരു വിജയം തന്നെയാണ്. രക്ഷിതാക്കളും എൻജോയ് ചെയ്ത്, അതുപോലെ തന്നെ കുട്ടികളും അതിലേറെ എൻജോയ് ചെയ്ത് ആ സന്തോഷത്തോടു കൂടെ തന്നെ തിരിച്ചു തീരുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഒരു അപകടവും കൂടാതെ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ ഇത് നമ്മളെ സ്കൂളിൽ എന്താ വെച്ചാൽ KG എന്നുള്ളത് വലിയൊരു സംരംഭമാണ്. മറ്റുള്ള സ്കൂളിനെ പോലെയല്ല. KG എന്നുള്ളത് വ്യത്യസ്തമായൊരു ബ്ലോക്കും അവിടെ വ്യത്യസ്തമായൊരു പഠനാന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മളെ ടീച്ചർമാർ എന്നും എന്താണ് മുൻപന്തിയിൽ തന്നെയാണ്. ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉഷാറില്ലായിരുന്നു? I think it will be a memorable moment in our students and parents' mind because we are very enjoyed very well. ഇനി ഇങ്ങനെ ഒരു എഫോർട്ടിന് ടീച്ചർ എന്താണ് അഭിപ്രായം? നമ്മൾ ഇങ്ങനെ ഒരു എഫോർട്ട് എടുത്താൽ Sure, it will be continue. I think so. ഓക്കെ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വ്യത്യസ്തതയിൽ സമാനതകളില്ലാതെ മുന്നേറുക എന്നുള്ളതാണ് നമ്മളെ സ്കൂളിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ആർക്കും കാണാത്ത വീതികളിലൂടെ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ സഞ്ചരിക്കും. അപ്പോൾ വീണ്ടും നമ്മുടെ സ്കൂളിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്.